ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. കളരിസ്പന്ദനത്തിൻ്റെ നാരായണീയ മഹോത്സവ സമാപന വേളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വീണ്ടും എന്നെ കളരിസ്പന്ദനത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ ആദരവും സ്നേഹവും അറിയിക്കണം. പ്രത്യേകിച്ച് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ കളരിസ്പന്ദന യൂട്യൂബ് ചാനലിൻ്റെ അമരക്കാരനായിട്ടുള്ള ശ്രീ സുനിൽ കുമാറിനോട് പ്രത്യേകം നന്ദിയും സ്നേഹവും ആദരവും ഒക്കെ അറിയിക്കണം. നമുക്കെല്ലാവർക്കും അറിയണ പോലെ ശ്രീമദ് നാരായണീയം ഭക്തിപ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ഭക്തിയാണ് അതിലത്തെ പ്രതിപാദ്യ വിഷയം. അപ്പം എന്താണ് ഈ ഭക്തി? എന്തിനാണ് നമുക്ക് ഭക്തി, അല്ലേ? എങ്ങനെയായാലാണ് ഈ ഭക്തി ഉണ്ടാവുക? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നാരായണീയം മനസ്സിലാക്കണമെങ്കിൽ നാരായണീയത്തിൽ കൂടി മനസ്സിലാവുന്നതും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ സ്വാർത്ഥതയില്ലാതെ നിർവ്യാജമായിട്ട് സകല ചരാചരങ്ങളോടും ഉള്ള ഒരു സ്നേഹം, അങ്ങനെയാണല്ലോ ഭക്തി എന്നുള്ളതിനെ. ഭക്തി എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അതന്നെയാണ് ഈശ്വരനും. ഈ സ്നേഹം, ഈ ഒരു എല്ലാവരോടും ഉള്ള നമുക്കുള്ള സ്നേഹം അതന്നെയാണ്. സകല ചരാചരങ്ങളും അടങ്ങിയിട്ടുള്ള ഈശ്വരൻ ആണല്ലോ. അപ്പോൾ അതന്നെയാണ് ഈശ്വരനും. അതാണ് അപ്പോൾ അല്ലെങ്കിൽ അതാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ. ആ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ്? ആനന്ദമാണ് ആ ഈശ്വരൻ്റെ സ്വരൂപം എന്ന് മേൽപ്പത്തൂര് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് നമുക്ക്, അല്ലെങ്കിൽ പിന്നീട് ഭഗവാന്റെ അവതാരത്തിൻ്റെ സമയത്ത് ആനന്ദരൂപ ഭഗവന്നൈ ദേവതാരേ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മളും ഭഗവാന്റെ പ്രതിരൂപങ്ങളാണല്ലോ. അപ്പോൾ നമ്മളും ആനന്ദ സ്വരൂപന്മാർ തന്നെയാണ് ശരിക്കും. ഈ ആനന്ദവും ശാന്തിയും ഒക്കെ, നമ്മുടെ സ്നേഹവും ഒക്കെ നമ്മുടെ സ്വരൂപമാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമുക്കെപ്പോഴും ഈ ആനന്ദവും സ്നേഹവും ഒന്നും അനുഭവിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഗുരുജി പറഞ്ഞ ഒരു കഥ ഓർമ്മ വരികയാണ്. മുല്ലാ നസ്രുദ്ദീൻ്റെ ഒരു കഥയാണ്. മുല്ലാ നസ്രുദ്ദീൻ ഒരു ദിവസം സൂചി നഷ്ടപ്പെട്ടിട്ട് വീടിൻ്റെ പുറത്തുള്ള വഴിയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുല്ലയുടെ ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് ഈ സൂചി എന്താണ് തിരയണത്, സൂചിയാണ്, അത് തിരയാൻ കൂടി. കുറേ കഴിഞ്ഞിട്ട് കിട്ടാഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് ചോദിച്ചു, മുല്ല ഇത് എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുല്ല പറഞ്ഞു, ഇത് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാ ഇത് പുറത്ത് തിരയണത്? പിന്നെ പുറത്ത് റോഡിൽ തിരഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ മുല്ല പറഞ്ഞു, വീടിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല, അതുകൊണ്ടാണ് പുറത്ത് തിരയണം. പുറത്താണെങ്കിലോ നല്ല വെളിച്ചമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് തിരയണം. വെളിച്ചമുള്ളിടത്ത് തിരഞ്ഞാലല്ലേ കിട്ടുകയെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? ഉള്ളിൽ വെച്ചിട്ടാണ്, അല്ലേ? ഇതുപോലെയാണ് നമ്മുടെയൊക്കെ കാര്യം. നമ്മുടെയൊക്കെ ഈ ഒരു സ്നേഹവും ഈ ഒരു ആനന്ദവും ഒക്കെ നഷ്ടപ്പെട്ടത് എവിടെയാണ്? അത് ഉള്ളിലാണ്. നമ്മൾ പക്ഷേ തേടണത് എവിടെയാണ്? ഈ ആനന്ദവും സ്നേഹവും ഒക്കെ തേടണത് പുറത്താണ്. അപ്പോൾ വിഷയങ്ങളിലാണ് നമ്മൾ സ്നേഹവും ആനന്ദവും ഒക്കെ തേടുന്നത്. പുറത്തുള്ള വിഷയങ്ങളിലാണ്, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആനന്ദവും സ്നേഹവും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഉള്ളിലേക്ക് തിരിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആനന്ദവും സ്നേഹവും ഒക്കെ കിട്ടുള്ളൂ. ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ പോലെ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പുറത്തേക്ക് ഓടണ മനസ്സിനെ നമുക്ക് അന്തർമുഖമാക്കാൻ സാധിക്കുക? അതിനുള്ള മാർഗമാണ് ഭക്തി.
അപ്പോൾ ആ ഭക്തി, നിർവ്യാജമായിട്ടുള്ള ആ സ്നേഹം അല്ലേ, അത് നമ്മുടെ സഹജമായിട്ടുള്ള സ്വഭാവമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഭക്തിയാവണ ചരടിൽ കൂടി നമുക്ക് ഈ ഒരു ആനന്ദത്തിലേക്ക്, ഈ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് മേൽപ്പത്തൂര് ഈ നാരായണീയത്തിൽ കൂടി കാണിച്ചു തരുന്നത്. അതെങ്ങനെയാണ് മേൽപ്പത്തൂര് നാരായണീയത്തിൽ കൂടെ കാണിച്ചു തരുന്നത്? അവതാര കഥകളിൽ കൂടിയാണ്. ഭഗവാന്റെ അവതാര കഥകൾ നമുക്ക് വളരെ രസമായിട്ട്, ആനന്ദമായിട്ട്, നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഈ കഥ കേട്ട് കേട്ട് ഈ ശ്രവണത്തിൽ കൂടി, കഥാശ്രവണത്തിൽ കൂടി നമുക്ക് ഈ ഒരു ഭക്തി ഉണ്ടാവും. ഈ ഭക്തി, അതായത് ഭക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രേമം തന്നെയാണ്. ഈ ആനന്ദം, ആ പ്രേമവും ആനന്ദവും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ അത് ആദ്യം തന്നെ മേൽപ്പത്തൂര് നമുക്ക് ഈ ആനന്ദം ഉണ്ടാക്കണത് എങ്ങനെയാണ്? സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. അങ്ങനെ ആ കരുണാമയനായിട്ടുള്ള ഗുരുവായൂരപ്പനെ വർണ്ണിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. പിന്നീടുള്ള ഓരോ ദശകങ്ങളിൽ കൂടിയും ഭഗവാന്റെ അവതാര കഥകൾ അതിമനോഹരമായിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നതിൽ കൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഭക്തി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ആ ഭക്തി, ഭഗവാന്റെ അവതാര കഥകൾ വർണ്ണിക്കുന്നതോടുകൂടി തന്നെ എന്തൊക്കെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്? ഭക്തന്മാരുടെ കഥകളും വർണ്ണിക്കുന്നുണ്ട്. അപ്പം ഭക്തന്മാരുടെ കഥകളും നമുക്ക് വളരെയധികം ഈ ആനന്ദം തരണതും ഭക്തി വർദ്ധിപ്പിക്കുന്നതുമൊക്കെയാണ്. ധ്രുവചരിതം, അജാമിളോപാഖ്യാനം, പ്രഹ്ലാദചരിതം, ഗജേന്ദ്രമോക്ഷം, അംബരീഷചരിതം, ഇങ്ങനെയൊക്കെ യഥോചിതം നിരൂപണം ചെയ്തിട്ട് ആ പുണ്യപുരുഷന്മാരുടെയൊക്കെ ഭക്തിയും ഭഗവാന്റെ ആ ഭക്തവാത്സല്യവും ഒക്കെ മേൽപ്പത്തൂര് തൻ്റെ ഭക്തിക്ക് പോഷകമാമിധം ഉചിതമായിട്ട് ഇവിടെ നിബന്ധിച്ചിരിക്കുകയാണ്. നമുക്ക് ധ്രുവചരിതത്തിൻ്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും, ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഖാൻ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ നരസിംഹാവതാരത്തിൻ്റെ അവസാനത്തിൽ പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹിമാം, ആ ഭഗവാന്റെ ആ ഭക്തവാത്സല്യവും ആ കാരുണ്യവും ഒക്കെ നമുക്ക് ഈ ഭക്തന്മാരുടെ കഥകളിൽ കൂടിയും ഒക്കെ കാണിച്ചു തരാണ്. പിന്നീട് ഈ ശ്രീകൃഷ്ണാവതാരം പോലെ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അവതാരം വേറെ ഇല്ല അല്ലേ. ഭഗവാന്റെ ആ ലീലകളെ ഏറ്റവും മനോഹരമായിട്ട് ആടിയിട്ടുള്ള ഒരു അവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. അവിടെ 41-ാം ദശകത്തിൽ ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാസങ്കുലിത കമന്യ വൃത്തേഷു കൃത്യേഷു ഭവൻ നിരീക്ഷ സമാഗത പ്രത്യഹമത്യനന്ദൻ എന്ന് തുടങ്ങിയിട്ടുള്ള സാ താദൃശ പാഹി ഹരേ ഗതാൻമാം എന്ന് അവസാനിക്കണ ആ പദ്യങ്ങളിലൊക്കെ തെളിക്കും കാണാം ആ ഗോപസ്ത്രീകളുടെ ആ ഒരു വാത്സല്യഭക്തിയും ആ സ്നേഹഭക്തിയും ഒക്കെ നമുക്കിവിടെ വളരെ ഭംഗിയായിട്ടാണ് മേൽപ്പത്തൂര് വരച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഗോപികളുടെ പിന്നീടുള്ള ഭക്തി, രാഗസ്താവജ്ജായദേഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നത സ്യാനവാസ്യാൽ താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹിമാം മാരുദേശ. ആ ഭക്തി ഇങ്ങനെ പൂർണ്ണാവസ്ഥയിലെത്തുമ്പോൾ എന്താണ്? ഭഗവാനോട് തന്നെയാണ് പ്രേമം എന്ന് വെച്ചാൽ ഈ രാഗം ഭഗവാനോടാവുമ്പോൾ നമുക്ക് എന്തുണ്ട്? അത് മോക്ഷത്തിന് ഉള്ള ഉപായമായിട്ട് മാറണം. ഇപ്പോൾ ഭക്തി, ആ സ്നേഹം എന്നുള്ളത് നമ്മുടെ സഹജമായിട്ടുള്ള സ്വഭാവമാണ്. നമുക്ക് സ്നേഹം നമുക്ക് നമ്മളുടെ ബന്ധുക്കളോടും ഭർത്താവിനോടും ഭാര്യയോടും കുട്ടികളോടും എല്ലാം സ്നേഹമുണ്ട്, ഗൃഹത്തിനോടും അല്ലെ, എല്ലാത്തിനോടും സ്നേഹമുണ്ട്. ഈ ഒരു സ്നേഹം ഭഗവാനോടാവുമ്പോൾ അതാണ് ഭക്തി അല്ലേ. ഭഗവാനോടാവുമ്പോൾ എന്തുണ്ട്? അത് നമ്മളെ മോക്ഷത്തിനുള്ള ഉപായമാണ് എന്ന് വളരെ മനോഹരമായിട്ട് ഈ ശ്രീകൃഷ്ണ ലീലകളിൽ കൂടിയൊക്കെ
കാണിച്ചു തരണു. അതുപോലെ ആ വൃന്ദാവനം എത്ര മനോഹരമായിട്ടുള്ള ആ വൃന്ദാവനത്തിനെ വർണ്ണിക്കുമ്പോൾ ഓരോ വൃന്ദാവന ലീലകളുടെയൊക്കെ വർണ്ണനം എന്ന് പറഞ്ഞാൽ അത് എത്ര മനോഹരമാണെന്ന് പറഞ്ഞാൽ തീരില്ല മേൽപ്പത്തൂരിൻ്റെ. അതുപോലെ ഭഗവാൻ ആ കോലും കുഴലും ഒക്കെ എടുത്തിട്ട് വനഭോജനത്തിനായിട്ട് പോകുമ്പോൾ ഇവിടെ മേൽപ്പത്തൂർ പറയുന്നുണ്ട്, വിനീര്യതസ്തവ ചരണാംബുജദ്വയാതുദഞ്ചിതം ത്രിഭുവനപാവനം രജ മഹർഷയ പുളകധരേ കളേബരേ രുദൂഹിരേ ധൃതഭവദീക്ഷണോത്സവ എന്ന് പറയുന്നുണ്ട്. മഹർഷിമാർ പോലും, ആ മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള മഹർഷിമാർക്ക് പോലും, ആ നിസ്പൃഹന്മാരായിട്ടുള്ള അവർക്ക് പോലും എന്തുണ്ട്, ഭഗവാൻ ആ കൊമ്പും കോലും കുഴലും ഒക്കെ എടുത്തിട്ട് ഭഗവാന്റെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഗോകുലത്തിൽ നിന്ന്. ആ സമയത്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് പൊങ്ങിപ്പുറപ്പെടുന്ന ആ പൊടി എല്ലാ ലോകങ്ങളെയും പാവനമാക്കണു. മഹർഷിമാരെയൊക്കെ അത് പുളകം കൊള്ളിക്കണു, രോമാഞ്ചമണിയിക്കണു എന്നാണ് മേൽപ്പത്തൂര് വളരെ മനോഹരമായിട്ട് വൃന്ദാവന ലീലകളെയും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മളെയും ആനന്ദത്തിൽ ആറാടിപ്പിക്കുന്നതാണ് ഈ നാരായണീയത്തിലത്തെ ഓരോ ശ്ലോകവും. ഇങ്ങനെ ഇവിടെ ഈ ഒരു നാരായണീയോത്സവം ഇങ്ങനെ മനോഹരമായിട്ട് ഇത്രയും ഈ ശ്ലോകങ്ങളിൽ ഈ ഒരു ഇത്ര ദിവസമായിട്ടുള്ള ഈ നാരായണീയോത്സവം നമ്മളെയൊക്കെ പുളകം കൊള്ളിപ്പിക്കുന്നതാണ്. ഹന്തഭാഗ്യം ജനാനാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നാരായണീയോത്സവങ്ങൾ ഇനിയും ധാരാളമായിട്ടുണ്ടാവട്ടെ, എല്ലാവർക്കും ആനന്ദമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ അവസാനമായിട്ട് മേൽപ്പത്തൂരിനുണ്ടായിട്ടുള്ള അനുഭവം, ആ ഭഗവാനെ പൂർണ്ണമായിട്ട് ദർശിക്കാനും ആ അനുഭവത്തിലിരിക്കാനും അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലി ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനോ തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസദുപനിഷത് സുന്ദരീമണ്ഡലൈശ്ച. ആ ഭഗവാന്റെ രൂപം ആ നാരദാദി മഹർഷിമാരോട് കൂടിയിട്ടുള്ള, ആ ഉപനിഷത്ത് സുന്ദരിമാരോട് കൂടിയിട്ടുള്ള ആ ഭഗവാന്റെ മനോഹര രൂപം നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. എന്തൊരു ഭംഗിയാണ് അല്ലേ! ഇങ്ങനെ നമ്മളെ ഭക്തിയിൽ കൂടി കൂട്ടിക്കൊണ്ടു പോയിട്ട് നമ്മളെ ആനന്ദത്തിലേക്ക് ആറാടിക്കണം. ആ നമ്മൾ ആനന്ദം തന്നെയാണ് എന്നുള്ള അനുഭവത്തിലേക്ക്, നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ പൂർണ്ണമായിട്ടും നമ്മളെ അനുഭവിപ്പിച്ചും കൊണ്ട് ആ നാരായണീയം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാവാൻ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. ഇങ്ങനെ ആ ഭഗവാന്റെ മാധുര്യം നമുക്കെല്ലാം ആ ഒരു അനുഭവിപ്പിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ ഭക്തി, നമ്മളുടെ ഉള്ളിൽ ആ ഭക്തി രസത്തിനെ പൂർണ്ണമായിട്ടും ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള ഈ ഒരു നാരായണീയം, ഈ നാരായണീയ ഉത്സവവും നമ്മുടെയൊക്കെ ഉള്ളിൽ ഭക്തി ജനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് പാതാരവിന്ദങ്ങളിൽ
പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. നമുക്ക് ഏവർക്കും ഇനിയുള്ള ഇതേപോലെയുള്ള നാരായണീയോത്സവങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലും ഭക്തി നിറയട്ടെ. ഈ വാക്കുകളും ഭഗവത്പാദങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.